സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയോട് വിവാഹാഭ്യർത്ഥന. യുവതി വിസമ്മതിച്ചതോടെ അവളെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. സംഭവം നടന്നത് ഒഡീഷയിലെ റൂർഖേലയിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിലെ റൂർക്കേലയിലാണ് ഈ സംഭവം നടക്കുന്നത്. രഞ്ജിത്ത് എന്ന 28-കാരനാണ് കൊലപാതക ശ്രമത്തിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. രാത്രി 11:30 ഈ സംഭവം നടക്കുന്നത്. തന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന അഞ്ജു ടോപ്പോ എന്ന 27-കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 8 മാസം മുൻപാണ് രഞ്ജിത്ത് അഞ്ജുവുമായി സോഷ്യൽ മീഡിയയിലൂടെ പരിചയത്തിലാകുന്നത്. പരിചയപ്പെട്ട് മാസങ്ങൾ പിന്നിട്ടതോടെ അയാൾ പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി അത് നിഷേധിക്കുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് യുവാവ് പെൺകുട്ടിയുടെ വീട് കണ്ടെത്തി അവിടെ എത്തുന്നതും ജനാലയിലൂടെ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുന്നു. ସେଦିନ ଜୁନ୍ 26 ତାରିଖ ଥିଲା। ରାତିରେ ଯେଉଁ ରଜତ କ୍ଷୀର ଥିଲା ସେ ପେଟ୍ରୋଲ ଆଣିକିନା ଝରକା ପଟୁ ପାଇପ୍ ସାହାଯ୍ୟରେ ଝରକା ପଟୁ ସେ ପେଟ୍ରୋଲଟାକୁ ପୁରାଇ ଦେଲା। ତାପରେ ନିଆଁ ଲଗାଇକି ଆମ ଭଉଣୀକୁ ମାରିଦେଲେ. ഇതാണ് സംഭവത്തിൽ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ പ്രതികരണം. ഈ സംഭവം നടക്കുമ്പോൾ മുറിയിൽ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീ ആളിപ്പടർന്നതോടെ പെൺകുട്ടി നിലവിളിക്കുകയായിരുന്നു. ഈ നിലവിളി കേട്ട് മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന വീട്ടുകാർ എത്തിയാണ് പിന്നീട് തീ കെടുത്തുന്നതും പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതുമൊക്കെ. ഇപ്പോൾ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 40% പൊള്ളലേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അഞ്ജു ഉള്ളത്. जून 26 तारीख राति 11टा का पाखे घटनाटा घटी से रजत कीरो कहीकि से पिला आसी जारकिन रे पेट्रोल धरिकी आ रूम भितर पेट्रोल ढाड़ी से रूम रे झील शोई पेट्रोल ढाड़ी से माचिस मारिकी से पड़गला. तापर आम झील को सर्वप्रथम आरजीएच को नेलु. तापर आरजीएच कहले बहुत क्रिटिकल अच्छे बुर्ला नहीं जाओ कहले बुर्ला नहीं गलु. बुर्ला कहले बोन सेंटर खाली नहीं. ഈ സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബിസ്ര പോലീസ് കേസെടുത്തു. രഞ്ജിത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. വധശ്രമത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ. ഇയാളുടെ ഭാഗത്തുനിന്ന് പെൺകുട്ടിക്ക് കൂടുതൽ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ଦେଖନ୍ତୁ ଏହା ଏକ ଅମାନୁଷିକ କାର୍ଯ୍ୟ. କାରଣ ପ୍ରେମ ହେଇପାରେ ଏକତରଫା. ଆପଣ ଯଦି ପ୍ରେମ କରୁଛନ୍ତି ଯଦି ଅନ୍ୟ ପକ୍ଷରୁ ଆପଣଙ୍କ ପ୍ରତି ଇଙ୍ଗିତ ନାହିଁ ସେଭଳି ପରିସ୍ଥିତିରେ ଆପଣମାନେ ଏଇ ଯେଉଁ କ୍ରିମିନାଲ୍ସ ମାନେ ବା ଯେଉଁ କ୍ରାଇମ୍ ବା ଯେଉଁ ବ୍ୟକ୍ତିଟି ଏଇ କାମ କରୁଛି ତା ନିଶ୍ଚିତ ଭାବରେ ସେ ଜାଣିବା ଦରକାର. ଏଥିପାଇଁ ସେ ଆଇନର ବଳୟ ଭିତରକୁ ଆସିବ ଏବଂ ଦଣ୍ଡିତ ମଧ୍ୟ ହେବ. ତେଣୁ ଯଦି ଏ କଥା ଚିନ୍ତା କରେ ସେ ଯେ କ୍ରାଇମ୍ କରିବା ଦ୍ୱାରା ମୁଁ ଦଣ୍ଡିତ ହେବି ଏବଂ ଅନ୍ୟ ଜଣେ ଲୋକର ବହୁତ ଗୁଡ଼ାଏ କ୍ଷତି କରିବି. ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടി ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പോലീസിന് ഒരു പരിമിതിയുണ്ട്. കൂടാതെ ഇയാളുടെ സോഷ്യൽ മീഡിയ പേജുകൾ അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. പെൺകുട്ടിയെ ആക്രമിക്കാനും വീട്ടിൽ കയറിപ്പറ്റാനും ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു എന്നതും ഇനി വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇത് കണ്ടെത്താമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.